നമസ്കാരം. ഇലക്ട്രോണിക് വാഹന രംഗത്ത് ഒരു പുതുവിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ഗവേഷകർ. 1 ദശലക്ഷം കിലോമീറ്റർ വരെ ഓടാനുള്ള ഊർജം പകരാൻ കഴിവുള്ള പുതിയ EV ബാറ്ററിയാണ് ഇവർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. മൾട്ടി ക്രിസ്റ്റൽ ഘടനയോടുകൂടിയ പരമ്പരാഗത ബാറ്ററികളിൽ നിന്നും വ്യത്യസ്തമായി സിംഗിൾ ക്രിസ്റ്റൽ ഘടനയോടുകൂടിയ ബാറ്ററിയാണ് ഈ ഗവേഷകർ സാധ്യമാക്കിയിരിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. കൂടാതെ വിവിധ കാരണങ്ങളാൽ പരിസ്ഥിതി മലിനീകരണ സാധ്യതകൾ കുറയ്ക്കാനും ഏറെ പ്രയോജനപ്പെടുന്ന ബാറ്ററിയാണിത്. ദക്ഷിണ കൊറിയയിലെ പൊഹാങ് സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരുടെ നേതൃത്വത്തിലാണ് ഈ പുതിയ ബാറ്ററിയുടെ രൂപകൽപ്പനയും വികസനവും സാധ്യമാക്കിയിരിക്കുന്നത്. വൈദ്യുതി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് വാഹനങ്ങൾ ആഗോളതലത്തിൽ ഗതാഗത രംഗത്തെ പുനർനിർവചിച്ചുവെങ്കിലും അവയിൽ ഉപയോഗപ്പെടുത്തുന്ന ബാറ്ററികളുടെ ആയുസ് എന്നത് ഒരു പ്രധാന വെല്ലുവിളിയായി നിലനിൽക്കുകയാണ്. ഭൂരിഭാഗം ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഊർജം പ്രദാനം ചെയ്യുന്ന ലിഥിയം അയൺ ബാറ്ററികളെ സംബന്ധിച്ച ഒരു പ്രധാന പ്രശ്നം അവ കാലക്രമേണ നശിക്കും എന്നതാണ്. ഇത് ചെലവേറിയ ബാറ്ററി മാറ്റി സ്ഥാപിക്കലിനും ഒപ്പം വർദ്ധിച്ച പാരിസ്ഥിതിക ആശങ്കകൾക്കും വഴിവെക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ദക്ഷിണ കൊറിയൻ ശാസ്ത്രജ്ഞർ സാധ്യമാക്കിയ സിംഗിൾ ക്രിസ്റ്റൽ ബാറ്ററിക്ക് പ്രസക്തിയേറുന്നത്. ഈ ബാറ്ററിയുടെ ദീർഘായുസിനാൽ തന്നെ അവ ഇടയ്ക്കിടെ മാറ്റി സ്ഥാപിക്കേണ്ട ആവശ്യം വരുന്നില്ല. ബാറ്ററി മാറ്റി സ്ഥാപിക്കൽ ആവശ്യകതയില്ലാതെ തന്നെ 1 ദശലക്ഷം കിലോമീറ്റർ വരെ വാഹനങ്ങളെ ഓടാൻ ഈ പുതിയ ബാറ്ററി അനുവദിക്കുമെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത്. ഈ ബാറ്ററിയെ സംബന്ധിച്ച ഈ ഗവേഷകരുടെ ചുവടുവയ്പ്പുകൾ ACS അപ്ലൈഡ് മെറ്റീരിയൽസ് ആൻഡ് ഇന്റർഫേസിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബാറ്ററികളുടെ ആയുസ് വർദ്ധിക്കുന്നതിനുള്ള ഗവേഷണങ്ങൾ നാളുകളേറെയായി ലോകവ്യാപകമായി നടന്നുവരുന്നുണ്ട്. ബാറ്ററികളെ സംബന്ധിച്ച പ്രശ്നങ്ങളുടെ കാതലെന്നത് അവ എങ്ങനെ ചാർജ് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു എന്നതാണ്. ബാറ്ററികളിലെ നിക്കൽ അധിഷ്ഠിത കാഥോഡ് വസ്തുക്കൾക്കുള്ളിൽ ലിഥിയം അയോണുകൾ സംഭരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വസ്തുക്കൾ നിരവധി ചെറുപരലുകൾ അഥവാ ക്രിസ്റ്റലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആവർത്തിച്ചുള്ള ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും കാരണം ഇത്തരം പരലുകൾ കാലക്രമേണ വിഘടിക്കപ്പെടും. ഇത് ബാറ്ററിയുടെ മൊത്തത്തിലുള്ള ഘടനയെ ദുർബലപ്പെടുത്തുകയും ചാർജ് നിലനിർത്താനുള്ള കഴിവ് കുറയ്ക്കുകയും ചെയ്യും. ഇക്കാലമത്രയും പിന്തുടർന്നു വരുന്ന ഈ രീതിയെ പരിവർത്തനം ചെയ്യാനായാൽ ബാറ്ററിയുടെ ആയുസ് വർദ്ധിപ്പിക്കാനാകുമെന്ന ധാരണയിൽ നിന്നുമാണ് പൊഹാങ് സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരുടെ നേതൃത്വത്തിലുള്ള സംഘം തങ്ങളുടെ പഠനം ആരംഭിച്ചത്. അങ്ങനെ അവർ ബാറ്ററിയുടെ അടിസ്ഥാനമായ നിക്കൽ കാഥോഡുകളുടെ നിർമ്മാണ രീതി പുനർരൂപകൽപ്പന ചെയ്തു. അതിലൂടെ നിക്കൽ കാഥോഡിനെ ചെറുപരലുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പരമ്പരാഗത രീതിക്ക് പകരം ഒരു വലിയ പരലായുള്ള മെറ്റീരിയലായി രൂപപ്പെടുത്തി. ഇങ്ങനെയുള്ള ഉയർന്ന നിലവാരമുള്ള ഒറ്റപ്പരൽ രൂപപ്പെടുത്താൻ എങ്ങനെ സാധിക്കുമെന്ന പരീക്ഷണമാണ് ഈ സംഘം ആദ്യം നടത്തിയത്. ഇതിനായി അവർ വിവിധ താപനിലകൾ പരീക്ഷിച്ചു. ഒടുവിൽ 850 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനിലയിൽ കാഥോഡിന്റെ ആന്തരിക ഘടനയിൽ വലിയ മാറ്റം നടക്കുന്നതായി അവർ കണ്ടെത്തി. അങ്ങനെ തേയ്മാനത്തെയും പൊട്ടലിനെയും പ്രതിരോധിക്കുന്ന കാഠിന്യമേറിയ ഘടന രൂപപ്പെടുത്താൻ ഈ ഗവേഷകർക്കായി. അത് സാധ്യമായതോടെ സിംഗിൾ ക്രിസ്റ്റൽ ഘടനയോടുകൂടിയ ബാറ്ററി വികസിപ്പിക്കാൻ ഈ ഗവേഷകർക്കായി. ഇങ്ങനെ സാധ്യമാക്കിയ ബാറ്ററിക്ക് കേടുപാടുകൾ വരാൻ സാധ്യത കുറവാണെന്നും അങ്ങനെ അത് ദീർഘകാലം നീണ്ടു നിൽക്കുന്നുവെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ രംഗത്തെ ഗവേഷണം ഈ പുതിയ ബാറ്ററിയുടെ കണ്ടുപിടുത്തത്തോടെ അവസാനിക്കുന്നില്ല. ഇത്തരം ബാറ്ററികൾക്ക് മികച്ച പ്രകടനമുണ്ടെങ്കിലും അവയുടെ ആയുസ് അവസാനിക്കുന്ന മുറയ്ക്ക് അവ പ്രകൃതിക്ക് ഒരു ബാധ്യതയായി മാറുമെന്ന് ഈ ഗവേഷകർ വിശദീകരിക്കുന്നു. കൂടുതൽ വാഹനങ്ങൾ നിരത്തിലിറങ്ങുമ്പോൾ ഉപയോഗിച്ച ബാറ്ററികളുടെ എണ്ണവും വർദ്ധിക്കും. അതിനാൽ തന്നെ ഉപയോഗശൂന്യമായ ബാറ്ററികൾ ശരിയായ വിധം കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവ പരിസ്ഥിതിക്ക് ഗുരുതര പ്രശ്നങ്ങൾ വരുത്തിവെക്കും. ലിഥിയം അയൺ ബാറ്ററികളിൽ കൊബാൾട്ട്, നിക്കൽ, മാംഗനീസ് തുടങ്ങിയ ഘനലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ വസ്തുക്കൾ മണ്ണിലേക്ക് ചേർന്നാൽ അവ മണ്ണിനെയും വെള്ളത്തെയും വിഷലിപ്തമാക്കും. മാത്രവുമല്ല, പുതിയ ബാറ്ററികളുടെ നിർമ്മാണത്തിനായി അസംസ്കൃത വസ്തുക്കൾ ഖനനം ചെയ്യുന്നതും ഒരു പ്രധാന പാരിസ്ഥിതിക ബാധ്യതയായി തീരുന്നു. അതിനാൽ തന്നെ ഉപയോഗശൂന്യമായ ബാറ്ററികളിൽ നിന്നും വിലയേറിയ ലോഹങ്ങൾ വീണ്ടെടുക്കുന്നതിനുള്ള നൂതന മാർഗം ഉരുത്തിരിച്ചെടുക്കുന്നതിനായുള്ള ഗവേഷണങ്ങൾ പുരോഗമിച്ചു വരികയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.